നിങ്ങളൊരു വലിയ ഗാനമേള കാണാൻ വേണ്ടിയിട്ട് പോകണം. ഒരു വലിയ ഓർക്കസ്ട്ര ടീമാണ് അവിടെ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കുറെ പേര് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറെ പേര് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡ്രം അടിക്കുന്ന ആൾക്കാരുണ്ട്, പിയാനോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു വലിയ ടീമാണ്. അപ്പൊ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഇവരോട് എല്ലാവരും കൂടി ഒരുമിച്ച് അതൊന്ന് പാടാൻ വേണ്ടി പറഞ്ഞാൽ ഇത് ഈ ഡെലിവറി നന്നായിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം അതിനകത്ത് വേറെ ഒരാളും കൂടി വേണം. അയാളെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരാളിങ്ങനെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുകളിലേക്കും താഴ്ത്തിക്കും ആ സൈഡും ഈ സൈഡും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടാവില്ലേ? ആക്ച്വലി ആളാണ് ഇത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഓരോ സിസ്റ്റവും ഓരോന്നും എപ്പോഴാണ് റൺ ചെയ്യേണ്ടത്, എപ്പോഴാണ് നിർത്തേണ്ടത്, എത്ര എത്ര ഹൈയിൽ പോകണം, എത്ര ലോയിൽ പോകണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അത് ഭംഗിയായിട്ട് നടന്നു പോകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ, ഒരേ ഒരു ഗോളിലേക്ക് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ സിസ്റ്റം നിർബന്ധമാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ നിങ്ങളുടെ കമ്പനിയെ കൊണ്ടുപോകാം എന്നുള്ളതിന് ഞാനൊരു 3 ടിപ്പുകൾ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത്, ക്രിയേറ്റ് SOPs. സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ SOPs കൊണ്ടുവരിക. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അങ്ങനെ വരുമ്പോൾ ഏതൊരു എംപ്ലോയി വന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഓട്ടോമേറ്റ് റിപ്പീറ്റീവ് ടാസ്ക്. നമ്മൾക്കറിയാം, നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ആ ടൂളുകളെ കുറിച്ച് പഠിക്കുക. പലതും ഫ്രീ ടൂളുകൾ വരെയുണ്ട്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും നടന്ന് പോയിക്കൊള്ളും. മൂന്നാമത്തെ കാര്യം, റെഗുലർ ആയിട്ടുള്ള റിവ്യൂസ് എടുക്കുക. കാരണം ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഒറ്റ തവണ അത് ഫ്രീസ് ചെയ്തതിന് പകരമായിട്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കുക, അതിൻ്റെ റിവ്യൂസും മനസ്സിലാക്കുക, എന്നിട്ട് ഒരു ഫൈനൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.